ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ എന്ന് പറയുന്നത് വിഷുവാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസമാണ് അല്ലേ. അപ്പോൾ നാളെ വിഷുവിന് വേണ്ടി നമ്മുടെ വീട്ടിൽ ഇന്ന് വൈകിട്ടുള്ള ഒരുക്കങ്ങളാണ്. ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ നമ്മൾ കണി കാണാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ കൃഷ്ണൻ്റെ വിഗ്രഹമല്ല നമ്മളിവിടെ വെക്കുന്നത്, ഫോട്ടോയാണ്. അപ്പോൾ ഫോട്ടോയ്ക്ക് ഇടാനുള്ളൊരു പൂവിൻ്റെ മാല നമ്മൾ കോർക്കണം. അപ്പോൾ വെളിയിൽ നമ്മുടെ വെള്ള കളറിലെ പാലപ്പൂ നിൽപ്പുണ്ട്, അതും അതേപോലെ തന്നെ നമുക്ക് തുളസിയുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മാല കെട്ടണം. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിന് തൊട്ട് സൈഡിൽ തന്നെ നിൽപ്പുണ്ട് പാലപ്പൂവ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് മാല കെട്ടാൻ വേണ്ടിയുള്ള പൂവെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്, നമ്മളൊന്ന് പറിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇത് പറിക്കുന്ന പരിപാടിയാണ് അടുത്തത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തുളസിയും പറിക്കണം. അപ്പോൾ അതിൻ്റെ കിഴക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആകാശം നോക്കിയാൽ അറിയാം ഭയങ്കരമായിട്ട് മഴക്കോളായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ഏകദേശം മാലയൊക്കെ കെട്ടി തുടങ്ങിയപ്പോഴത്തേക്കിനും അടിപൊളി മഴയായിട്ടുണ്ട്. ഭയങ്കര ഇടിയും മിന്നലും ഒക്കെ ആയിരുന്നു ഇന്നലെ ഇവിടെ എന്ന് പറയുന്നത്. ഇന്നലെ എന്ന് പറഞ്ഞാൽ സൗണ്ട് എടുക്കുന്നത് ഞാൻ വീഡിയോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ തലേദിവസം ഇവിടെ ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു. ദേവനും അമ്മയും കൂടി സിറ്റ് ഔട്ടിലിരുന്ന് വേണ്ട ആഹാരം കഴിക്കുമായിരുന്നു. പക്കാവടയൊക്കെ എടുത്ത് കഴിക്കുവാണ് കുഞ്ഞ്. അപ്പോൾ അതിനിടയ്ക്കോട്ട് ഞാനും ചെന്ന് വീഡിയോ ഒക്കെ എടുത്ത് ദേവൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഹായ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞു. ആദ്യം അമ്പരന്ന് നിന്നെങ്കിലും ആൾ പിന്നീട് ഹായ് ഒക്കെ കൊടുത്തു. അപ്പോൾ ഉറക്കമൊക്കെ എണ്ണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ആശാന്. അതാണ് ഓഫായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ വൈകിട്ട് നമ്മുടെ ആ ഒരു ഏരിയ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ല വൈകിട്ട് സമയമായിട്ടുണ്ട്. നമ്മുടെ വീട് കാണിക്കാം വൈകിട്ടുള്ള. അപ്പോൾ ഇതാണ് വൈകിട്ട് തരാൻ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് രാവിലെ ഭയങ്കരമായിട്ട് വെയിലായിരിക്കും, നമുക്ക് ആ ഭാഗത്തൊന്നും നിൽക്കാനേ പറ്റത്തില്ല. ആ ഫ്രണ്ടിലത്തെ ടൈലിലൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് കാല് പോകും, അതേപോലെയാണ്. പക്ഷേ വൈകിട്ടാണെങ്കിൽ സമാധാനം, നല്ല തണലാണ്, അവിടേക്ക് ഇറങ്ങി നിൽക്കാനും സുഖം. അപ്പോൾ നമ്മൾ മാലയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് മാല നേണ്ട ഞാൻ ഏകദേശം കെട്ടിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് നല്ല വലിപ്പവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോയ്ക്ക് നമുക്ക് 2 ചുറ്റിടുന്ന രീതിയിലുള്ള മാല നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാല കിട്ടുന്ന സമയം വെളിയിൽ ഭയങ്കരമായിട്ട് മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിഷ്ണുവേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉരുളിയാണ്. അപ്പോൾ മണ്ടയ്ക്ക് ഉരുളി ഇരിപ്പുണ്ട്, നമ്മൾ ഉരുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇവിടെ പാചകത്തിലൊക്കെയാണ്, നമ്മൾ ചെറുതായിട്ട് അവിടെ ഒരുക്കാൻ പോവുകയാണ്. അപ്പോൾ ഷോക്കേസിൽ വെക്കാമെന്ന് തീരുമാനിച്ചു. കാരണം ദേവൻ എന്താകുമെന്ന് നമുക്കറിയത്തില്ല. സാധാരണ നമ്മൾ ടേബിളിലും അല്ലെങ്കിൽ നിലത്തുമായിരിക്കും. നിലത്താകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാൻ. പക്ഷേ ദേവൻ്റെ പാർട്ടിസിപ്പേഷൻ നമ്മൾ തുടങ്ങിയപ്പോഴേ കൂടുതലായതുകൊണ്ട് ആളിതെല്ലാം വലിച്ചു പറിച്ച് കളയുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് മുകളിലാണ് നമ്മൾ വെച്ചത്. പക്ഷേ മുകളിൽ ഇങ്ങനെ വെച്ച് വന്ന സമയത്ത് എന്തോ പോലെ എല്ലാം ഇങ്ങനെ നിരന്നിരിക്കുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ താഴോട്ട് ഒരു ടേബിൾ ഇട്ടിട്ട് ഒരു ടീപ്പോ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തത്. നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നാളെ കണി കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ രാത്രിയിൽ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ദേവൻ നമ്മൾ വിചാരിച്ച പോലെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ആൾ ആദ്യമേ ഒന്ന് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും നമ്മുടെ കുഞ്ഞ് ബോട്ടിലായിട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആൾ മുണ്ടൊക്കെ എടുത്തങ്ങ് പവറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ മുണ്ട് കൊണ്ടുവന്ന് ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇയാളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഒക്കെ തുടങ്ങി. പിന്നെ ഊരിക്കളയാനും സമ്മതിക്കത്തില്ല, അതിട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എണീറ്റ് ഏറ്റവും അവസാനമാണ് ദേവമോൻ എണീറ്റ് വന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ആളെ താഴെ നിർത്തുമ്പോൾ ആൾക്ക് ഭയങ്കര മൂശാട്ടയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും താഴോട്ട് നിൽക്കത്തില്ല, നമ്മുടെ കൈ തന്നെ ആയിരിക്കും. വിളക്കൊക്കെ കത്തിച്ചാക്കുന്നതുകൊണ്ട് നമ്മൾ ഉമ്പോറ്റിയാണ്, കൈയൊക്കെ തൊഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കൈയൊക്കെ തൊഴും. അപ്പോൾ കണി എടുക്കുന്നതിന് മുന്നേ ഞാൻ അതിനകത്തുള്ളൊരു മുന്തിരിങ്ങയൊക്കെ പറിച്ചു കൊടുത്തു. പക്ഷേ ആശാൻ അത് വേണ്ടായിരുന്നു. മര്യാദരാമനായിട്ട് അവിടെ നിന്ന് തൊഴുവൊക്കെയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ വിഷിച്ചേട്ടൻ കൈനീട്ടം എടുത്തുകൊണ്ട് വന്നു ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ കൈനീട്ടമൊക്കെ വാങ്ങിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇത് എന്തുവാന്ന് അറിഞ്ഞുകൂടാ. ലാസ്റ്റിൽ അവസാനം താലത്തിൽ തന്നെ അങ്ങ് വെച്ചിട്ട് അവിടെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങ് മാറി. അപ്പോൾ നമ്മൾ ആളെ തെറ്റിദ്ധരിച്ചായിരുന്നു. ആൾ നമ്മൾ വിചാരിക്കുന്ന പ്രശ്നക്കാരനൊന്നും അല്ലായിരുന്നു. എല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വെച്ച് കണ്ട താലത്തിൽ പൈസ വെക്കണമെന്നുള്ള ബോധം വരെയുണ്ട്, അതെല്ലാം വെച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് മൂന്നാംകുറ്റി കോയിക്കൽ ജംഗ്ഷനിലുള്ള ചെറുമൺ അമ്പലത്തിലോട്ടാണ്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് അവിടെ. അപ്പോൾ ഇന്നത്തെ ദിവസം വിഷു ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് കണിയൊക്കെ അടിപൊളിയായിട്ട് അവിടെ കൃഷ്ണൻ്റെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ മുതലേ നമുക്ക് ആ തിരക്ക് കണ്ടാൽ അറിയാം. ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷം വന്നതിനേക്കാൾ നന്നായിട്ട് തിരക്കുണ്ടെന്ന് തോന്നുന്നു. അതുമല്ല കുറച്ച് താമസിച്ചും കൂടാണ് നമ്മൾ വന്നത്. ഇനി അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ സൈഡിലോട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അമ്പലത്തിനുള്ളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അതായത് ഇതാണ് നമ്മൾ കണി ഒരുക്കി വെച്ചേക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ആയിരുന്നു.
ഇതേപോലെ നല്ല ഭംഗിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇന്ന് വേണ്ട തിരുവാതിരകളിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ തിരുവാതിരയ്ക്ക് വേണ്ടി അവിടെ സെറ്റായിട്ട് എല്ലാം റെഡി ആവുന്നുണ്ട്. ദേവൻ അത്ഭുതത്തോടെ നിന്ന് കാണുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നേരം സൈഡിലോട്ട് നോക്കിയപ്പോഴാണ് ദേവൻ എത്തി വിളിഞ്ഞൊക്കെ ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ ദേവൻ കാണുമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടി നമ്മൾ അവിടെ നിന്നു. അതിന് ശേഷമാണ് നമ്മൾ തൊഴാൻ വേണ്ടിയിൽ പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് അമ്പലത്തിനുള്ളിൽ തൊഴുന്നതിന് മുന്നേ തന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അമ്പലക്കുളമുണ്ട്. അതിനുള്ളിൽ കുളത്തിൻ്റെ നടുഭാഗത്തായിട്ട് കാളിയമർദ്ദനം രീതിയിൽ ഒരു പ്രതിമ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിന് തൊട്ടടുത്താണ് നമ്മുടെ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അവിടെ നിൽക്കാൻ കുറച്ചേറെ തണലുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ പുറം ഭാഗത്ത് കുറച്ച് നേരം നിൽക്കാൻ പറ്റിയ സ്ഥലമെന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. അവിടെ ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണലുമുണ്ട്. നല്ല സീനറിയാണ്. അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയയും കൂടിയാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്നു. അപ്പോൾ അവിടുത്തെ കുളമൊന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. കുളത്തിൻ്റെ കടവൊക്കെ ഇറങ്ങുന്ന സ്റ്റെപ്പൊക്കെ കണ്ടാലേ നമുക്കറിയാം അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സദ്യാലയം കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ വിഷുവിന് 7 മണി മുതൽ രാവിലെ 7 മണി മുതൽ ഒരു 1 മണി വരെയൊക്കെ ഇവിടെ നമുക്ക് നിർത്താതെ സദ്യ ഉണ്ട്. നമ്മളിവിടെ വിഷുവിന് തൊഴാൻ വരുന്നവർക്ക്, അമ്പലത്തിൽ തൊഴാൻ വരുന്നവർക്ക് എല്ലാവർക്കും സദ്യ ഉണ്ട്. പക്ഷെ നല്ല തിരക്കായിരിക്കും. നമ്മൾ കുറേയേറെ നേരം നിൽക്കണം. അതായത് ഒരു പന്തി കഴിയുമ്പോൾ അടുത്ത പന്തിക്ക് വേണ്ടി ആളുകൾ നമ്മൾ വെളിയിലല്ല വെയിറ്റ് ചെയ്യുന്നത്. ഓരോരുത്തരുടെയും കസേരയുടെ പുറകിലായിട്ട് അടുത്ത ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കയറാൻ വേണ്ടി. അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് സീറ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ നോക്കി നിന്നാൽ അവിടെ അങ്ങ് നിൽക്കത്തേ ഉള്ളൂ. ഇങ്ങനെ ഓരോ ആൾക്കാർ ഉണ്ണുന്ന സമയത്ത് അവരുടെ ബാക്കിലത്തെ സീറ്റ് നമ്മൾ പോയി നിന്ന് ബുക്ക് ചെയ്താലേ അടുത്ത സീറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അമ്മാതിരി തിരക്കായിരുന്നു. ഇപ്രാവശ്യം ഞാൻ പ്രത്യേകിച്ച് നല്ല തിരക്കുമായിരുന്നു. പിന്നീട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കിനും അവിടെ കോൽക്കളിയൊക്കെ നടപ്പുണ്ട്. നമ്മുടെ ഉണ്ണിക്കണ്ണൻ അവിടെ എല്ലാം ഓടിച്ചേർന്ന് നടക്കുന്നുണ്ട്. ഈ കാണുന്ന ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട്, അതായത് മെയിൻ വിഗ്രഹം ഇരിക്കുന്നിടത്തോട്ടുള്ള തിരക്കാണ്. അപ്പോഴാണ് ക്യൂവിൽ നിന്നിട്ട് നമ്മളൊരു ഉണ്ണിക്കണ്ണനെ കണ്ട് എന്ത് രസമാണ് കാണാൻ. ഉരുളി കെട്ടിയിട്ടാക്കുന്ന ഉണ്ണിക്കണ്ണൻ കറക്റ്റ് പെട്ടെന്ന് നോക്കുമ്പോൾ നല്ലൊരു ഒറിജിനാലിറ്റി പോലെ, ഒരു കുഞ്ഞിനെ അവിടെ ചെയ്ത് വെച്ചാക്കുന്ന പോലെ നല്ല രസമുണ്ട്. കുറേ കുഞ്ഞിപ്പിള്ളേരെയൊക്കെ നിർത്തി അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിൽക്കുന്നില്ല. പക്ഷെ നമ്മൾ ആ സമയത്ത് ദേവൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അവന് അമ്മയുടെ കയ്യിലായിരുന്നു. നമ്മളിങ്ങനെ ക്യൂ നിൽക്കുമായതുകൊണ്ട് ദേവനെ വെച്ച് അവിടെ ഒരു ഫോട്ടോ എടുക്കുന്നത് മിസ്സായിപ്പോയി. പിന്നെ നമ്മൾ സദ്യാലയത്തിൻ്റെ അവിടോട്ട് വന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യത്തെ ബാച്ചിൽ അച്ഛനും അമ്മയും ഉണ്ട്. അപ്പോൾ ദേവൻ അതിന് മുന്നേ നമ്മൾ ആഹാരം കൊടുത്തു. പിന്നെ ദേവനെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ വിട്ടതിന് ശേഷമാണ് നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ അടിപൊളി സദ്യയാണ്. എല്ലാ ആവശ്യത്തിനേറെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രഥമന്, ഊണ് എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ വിശേഷം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.